നമസ്കാരം. പ്രധാന വാർത്തകൾ. വയനാട് മക്കിമലയിൽ അതീവ ജാഗ്രത. പുഴയിൽ കനത്ത നീരൊഴുക്ക്. കനത്ത മഴ തുടരുന്ന വയനാട് മക്കിമലപ്പുഴയിൽ നീരൊഴുക്ക് അതിശക്തം. താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം കയറിയതായാണ് വിവരം. തവിഞ്ഞാൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്ത് പരിശോധന നടത്തി. പുഴയിൽ ചെളി കലങ്ങിയ വെള്ളം കുത്തിയൊഴുകുകയാണ്. മണ്ണിടിച്ചിലുണ്ടായോ എന്ന് പരിശോധിക്കുന്നതായി അധികൃതർ അറിയിച്ചു. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഫയർഫോഴ്സിനും പോലീസിനും വിവരം നൽകി. വനത്തിനുള്ളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായാണ് സൂചന. പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിൽ തീപിടുത്തം. രാത്രി ഏകദേശം 8:45 സംഭവം നടന്നിരിക്കുന്നത്. വടകര ചെറുശ്ശേരി റോഡിലുള്ള പുത്തൂർ വിഷ്ണു ക്ഷേത്രത്തിലാണ് സംഭവം. സമീപത്തെ റോഡിലിരിക്കുകയായിരുന്ന യുവാക്കളാണ് ക്ഷേത്രത്തിനുള്ളിൽ നിന്നും പുകയുരുന്നത് കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെയും വടകര അഗ്നിരക്ഷാസേനയെയും വിവരമറിയിക്കുകയായിരുന്നു. അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു. തീപിടുത്തം ഉണ്ടാവാനിടയായ കാരണം വ്യക്തമല്ല. ക്ഷേത്രത്തിനു ചുറ്റും അമ്പലത്തിലെ കഴുക്കോലിൽ തീ പടർന്ന് ഓടുകൾ പൊട്ടിത്തെറിച്ചിരുന്നു. റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ലോറിക്ക് മുകളിൽ പതിച്ചു. ലോറി താഴേക്ക്. ഒരാൾക്ക് ദാരുണാന്തി. ലോറിയിലുണ്ടായിരുന്ന മൂന്നാർ ലക്ഷം നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത്. ദേവികുളം റോഡിലാണ് അപകടം നടന്നത്. ലോറിയിൽ 2 പേർ ഉണ്ടായിരുന്നു. ഒരാളെ രക്ഷപ്പെടുത്തിയതായി ഫയർഫോഴ്സ് വ്യക്തമാക്കി. കുത്തിയൊലിച്ച മണ്ണിനൊപ്പം ലോറി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. നേരത്തെ മഴക്കാലത്ത് മണ്ണിടിഞ്ഞതിന് സമീപത്താണ് അപകടം നടന്നത്. പിന്നാലെ നാട്ടുകാരെത്തി ലോറിയിൽ നിന്ന് ഗണേശനെയും മറ്റൊരാളെയും പുറത്തെടുത്തു. ആശുപത്രിയിലെത്തും മുമ്പ് ഗണേശന് ജീവൻ നഷ്ടമായി. റെയിൽവേ ഗേറ്റിന് സമീപം യുവതി ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ. കടലുണ്ടി റെയിൽവേ ഗേറ്റിന് സമീപം യുവതി ട്രെയിൻ തട്ടി മരിച്ചു. കോട്ടക്കടവ് വള്ളിക്കുന്ന് സ്വദേശി സൂര്യയാണ് മരിച്ചത്. ചെന്നൈ മെയിലാണ് ഇടിച്ചത്. റെയിൽപാത മുറിച്ചു കടക്കുമ്പോൾ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. മലവെള്ളപ്പാച്ചിൽ. ഉരുൾപൊട്ടിയതായി സംശയം. 50ലധികം വീടുകളിൽ വെള്ളം കയറി. ആറളം മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ. വനത്തിൽ ഉരുൾപൊട്ടിയതായി സംശയം. പുനരധിവാസ മേഖലയിലെ 13, 11 ബ്ലോക്കുകളിൽ വെള്ളം കയറി. വനപ്രദേശത്തുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇന്ന് വൈകിട്ടോടെയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. ആറളം പുഴയിലും ബാവലിപ്പുഴയിലുമാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത്. തീരപ്രദേശത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്ക്, 11-ാം ബ്ലോക്ക് എന്നിവിടങ്ങളിൽ സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 50ലധികം വീടുകളിൽ വെള്ളം കയറി. പഴശ്ശി ഡാമിന്റെ ഷട്ടറുകൾ തുറക്കുമെന്ന് ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പഴശ്ശി ഡാമിന്റെ താഴെഭാഗത്ത് ഇരുകരകളിലുമുള്ള ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകി.